ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിരിക്കുന്ന താൽക്കാലിക നിയമനങ്ങളെക്കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിൽ വന്നിരിക്കുന്ന ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കേരള ജല അതോറിറ്റിയുടെ കാസർഗോഡ് ഡിവിഷൻ ഓഫീസിന് കീഴിൽ ജലജീവൻ മിഷൻ പദ്ധതിയുടെ 2021-22 വർഷത്തെ പ്രവൃത്തികളുടെ സഹായ പ്രവർത്തനങ്ങൾക്കായി ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നുണ്ട്. 740 രൂപയാണ് ദിവസവേതനമായിട്ട് ലഭിക്കുക. ക്വാളിഫിക്കേഷൻ വരുന്നത് സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രിയാണ്. അപ്പോൾ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 2-ന് 5 മണിക്ക് മുൻപായിട്ട് നിങ്ങളുടെ വിശദമായ ബയോഡാറ്റ jjmkst40@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയയ്ക്കുക. അടുത്തത് സ്റ്റോർ കീപ്പർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. താൽക്കാലിക നിയമനമാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുക. തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക്നിക്കൽ സ്റ്റോർ കീപ്പർ തസ്തികയിലേക്കാണ് താൽക്കാലിക നിയമനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലുള്ള BSc ഡിഗ്രിയാണ്. ഇപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 2-ന് രാവിലെ 10:30-ന് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുമായിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ കോളേജ് വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ വന്നിരിക്കുന്ന ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം കോംപ്രിഹെൻസീവ് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമിലേക്കാണ് താൽക്കാലിക തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഓരോ പോസ്റ്റും അതിൻ്റെ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം സൈക്യാട്രിക്സ് മെഡിക്കൽ ഓഫീസർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് DPM, MD, DNB ഇൻ സൈക്യാട്രിയാണ്. കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. പ്രതിമാസ ശമ്പളം 57,525 രൂപയാണ് ലഭിക്കുക. അടുത്തത് സൈക്യാട്രിക് സോഷ്യൽ വർക്കർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MSWയിലുള്ള മെഡിക്കൽ സൈക്യാട്രി അല്ലെങ്കിൽ MPhil മെഡിക്കൽ സൈക്യാട്രിയാണ്. കൂടാതെ സമാന മേഖലയിലുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. പ്രതിമാസ ശമ്പളം 28,955 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് സൈക്കോളജിയിലുള്ള MA, MSc, MPhil ക്ലിനിക്കൽ സൈക്കോളജി വിത്ത് RCA രജിസ്ട്രേഷനാണ്. സമാന മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. പ്രതിമാസ ശമ്പളം 35,300 രൂപയാണ് ലഭിക്കുക. അടുത്തത് ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് BCom വിത്ത് PGDCയും കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസുമാണ്. പ്രതിമാസ ശമ്പളം 21,175 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് CMHP സ്റ്റാഫ് നഴ്സ് പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് ആണ്. കൂടാതെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. പ്രതിമാസ ശമ്പളം 30,995 രൂപയാണ് ലഭിക്കുക. അപ്പോൾ ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുക. ഇൻ്റർവ്യൂ നടക്കുന്നത് ഫെബ്രുവരി 7-നാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 2-നകം ജില്ലാ മെഡിക്കൽ ഓഫീസ് ആരോഗ്യം തൃശ്ശൂർ 680001 എന്ന വിലാസത്തിലോ അല്ലെങ്കിൽ D സെക്ഷൻ D MOHTSR@gmail.com എന്ന വിലാസത്തിലോ അയക്കേണ്ടതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 048723333242. അടുത്തത് റേഡിയോഗ്രാഫറുടെ ഒഴിവാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജനറൽ ആശുപത്രിയിൽ HMCയുടെ കീഴിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ട് റേഡിയോഗ്രാഫറെ നിയമിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുക. ജനറൽ ആശുപത്രിയിൽ വെച്ചിട്ടാണ് അഭിമുഖം ഉണ്ടായിരിക്കുക. ഒരു വേക്കൻസിയാണുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്നത് ഫെബ്രുവരി 4-ന് രാവിലെ 11 മണിക്കാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ജനറൽ ആശുപത്രി ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഫോൺ നമ്പർ 048724277778. അടുത്തത് കണ്ണൂർ ജില്ലയിൽ വന്നിരിക്കുന്ന ഒഴിവിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ഉപയോഗിച്ച് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതികളിലേക്ക് മാർച്ച് 31 വരെ ദിവസവേതന അടിസ്ഥാനത്തിൽ പ്രോജക്റ്റ് അസിസ്റ്റൻറ്റിനെ നിയമിക്കുന്നുണ്ട്. പട്ടികജാതി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് കൊമേഴ്സ്യൽ പ്രാക്ടീസിലോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റിലോ ഉള്ള 3 വർഷത്തെ ഡിപ്ലോമയാണ്. അല്ലെങ്കിൽ ബിരുദവും 1 വർഷത്തിൽ കുറയാതെയുള്ള അംഗീകൃത DCA അല്ലെങ്കിൽ PGDCA ആണ്. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക.
അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഫെബ്രുവരി 4 രാവിലെ 11 മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 0497287101. അടുത്തത് കോട്ടയം ജില്ലയിൽ വന്നിരിക്കുന്ന ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. പാമ്പാടി താലൂക്ക് ആശുപത്രി കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്ക് ഡോക്ടർമാർ, നഴ്സുമാർ, ശുചീകരണ ജീവനക്കാർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നീ തസ്തികകളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. മാർച്ച് 31 വരെ ദിവസവേതനാടിസ്ഥാനത്തിലുള്ള നിയമനമാണ് നടത്തുന്നത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടാവുക. ഇൻ്റർവ്യൂ നടക്കുന്നത് ഫെബ്രുവരി 3 രാവിലെ 10:30 കോവിഡ് ബ്രിഗേഡായി മുൻപ് സേവനം അനുഷ്ഠിച്ചവരിൽ നിന്നുമാണ് നിയമനം നടത്തുക. ഇപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 3 രാവിലെ 10:30 മതിയായ രേഖകളുമായിട്ട് പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേരേണ്ടതാണ്. അടുത്തതും കോട്ടയം ജില്ലയിൽ തന്നെ വന്നിരിക്കുന്ന ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി, മുക്കയം കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ ഡോക്ടർ, നഴ്സ് തുടങ്ങി 6 തസ്തികകളിലെ 17 ഒഴിവുകളിലാണ് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടാവുക. ഇൻ്റർവ്യൂ നടക്കുന്നത് ഫെബ്രുവരി 2 കോവിഡ് ബ്രിഗേഡ് ലിസ്റ്റിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് നിയമനം നൽകുക. അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കോവിഡ് ബ്രിഗേഡ് എന്ന് തെളിയിക്കുന്ന രേഖ, വിദ്യാഭ്യാസ യോഗ്യത, തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റും പകർപ്പു സഹിതം ഫെബ്രുവരി 2 കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചേരേണ്ടതാണ്. ഡോക്ടർ പോസ്റ്റിലേക്ക് 3 ഒഴിവാണുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ്. സ്റ്റാഫ് നഴ്സ് പോസ്റ്റിലേക്ക് 5 വേക്കൻസിയാണുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്നത് രാവിലെ 11 മണിക്കാണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് 2 വേക്കൻസിയാണുള്ളത്. ക്ലീനിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് 3 വേക്കൻസിയാണുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് പോസ്റ്റിലേക്ക് 2 വേക്കൻസിയാണുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് 2 വേക്കൻസിയാണുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ്. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 0488203492 അല്ലെങ്കിൽ 202292. അടുത്തത് എറണാകുളം ജില്ലയിൽ വന്നിരിക്കുന്ന ജോലി ഒഴിവിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ഗസ്റ്റ് ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുക. കളമശ്ശേരി ഗവൺമെൻറ് വനിതാ ITIയിലെ എംപ്ലോയബിലിറ്റി സ്കിൽ ഇൻസ്ട്രക്ടറുടെ ഒഴിവിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിനുള്ള ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ നടത്തുന്നത് ഫെബ്രുവരി 2 രാവിലെ 11 മണിക്കാണ്. ഇപ്പോൾ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുമായിട്ട് ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് MBA അല്ലെങ്കിൽ BBA അല്ലെങ്കിൽ സോഷ്യോളജിയിലുള്ള ബിരുദം അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള സാമ്പത്തിക ശാസ്ത്രം കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസുമാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനുള്ള കഴിവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 0484254475. ഇപ്പോൾ ഇത്രയും ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വിവിധ തസ്തികകളിലായിട്ട് ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.